പിന്നെ അവള് പറയുമ്പോ തന്നെ ഞാൻ DNA ടെസ്റ്റിന് പോവാൻ പോവാണല്ലോ. താൻ ഒരു ടെസ്റ്റിനും പോകണ്ട. ഇത് തന്നെ കബളിപ്പിക്കാൻ അവൾ ചെയ്യുന്നത്. മനസ്സിലായില്ലല്ലോ വക്കീലെ. സുധയ്ക്ക് പിടിപാടില്ലാത്ത സ്ഥലമില്ല. അവൾ ആവണിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തെളിയിക്കാൻ പലതും ചെയ്യും. അതുകൊണ്ടിപ്പോ താൻ ഒരു ടെസ്റ്റും ചെയ്യണ്ട. ഇനി താൻ DNA ടെസ്റ്റിന് തയ്യാറായാൽ അത് തൻ്റെ കുഞ്ഞല്ലെങ്കിൽ പോലും ഏത് വിധേനയും അത് തൻ്റെ കുഞ്ഞാണെന്ന് വരുത്തി തീർക്കാനുള്ള പിടിപാട് സുധയ്ക്കുണ്ട്. അവൾ ആവണിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തെളിയിക്കാൻ എന്തും ചെയ്യും. താനിപ്പോ ഒരു ടെസ്റ്റും ചെയ്യണ്ട. ഓഹോ, അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ ഇതില്. വക്കീലേ, ഇനി ഈ കൊച്ച് എന്റേതാണെങ്കിൽ തന്നെ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. ഒരു തവണയെങ്കിലും എനിക്ക് തോപ്പിക്കണം വക്കീലവളെ. ഞാൻ ഈ കേസ് കൊടുത്ത എന്തിനാന്ന് വക്കീലിനറിയോ? ഞാൻ അവളെ എല്ലാവരുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തുന്ന എന്തിനാന്ന് വക്കീലിനറിയോ? അവൾ എന്നെ ഒരു നോക്കൂത്തിയാക്കി മുറിയിൽ പൂട്ടിയിട്ട് അവൾ പരീക്ഷ എഴുതാൻ പോയി. പതിനഞ്ച് കൊല്ലം ഞാൻ അവളെ പറഞ്ഞ് പറ്റിച്ചത് വെറുതെ ആയി. ഞാനൊരാണല്ലേ വക്കീലെ. ഒരു പെണ്ണിന്റെ മുമ്പിൽ തോക്കാൻ എന്റെ ഈഗോ സമ്മതിക്കില്ല. ഞാനും പിള്ളേരും അമ്മയും പിന്നെ അവളുടെ വീട്ടുകാർ വരെ അവളെ എതിർത്ത് പറയണം. ആരും ഇല്ലാതെ അവസാനം അവളെന്റെ കാൽച്ചോട്ടിൽ വന്ന് കിടക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും വക്കീലെ. എന്ത് വൃത്തികേടും ഞാൻ ചെയ്യും. ഇപ്പൊ അവൾ എഴുതിയ പരീക്ഷക്ക് അവൾക്ക് സെലക്ഷൻ കിട്ടിയ അതും ഞാൻ മുടക്കും. അവൾക്ക് എൻ്റെ കാശ് വേണ്ട, അവൾക്ക് എന്നെ വേണ്ട, അവൾക്ക് എൻ്റെ ഒന്നും വേണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ടായിട്ടേ അവളെൻ്റെ കാല് ചവിട്ടിലൊന്ന് കിടക്കണം. ആ ദിവസം വന്നിട്ട് ഈ മോഹന് വിശ്രമമുള്ളൂ. നല്ല തീരുമാനം മോന. അങ്ങനെ അവള് തന്നെ ചവിട്ടിത്താഴ്ത്തി ആളാവണ്ട. ഈ കാര്യത്തിന് ഞാൻ തൻ്റെ കൂടെയുണ്ട്. ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ അവൾക്ക് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അവസാനം ഒരു മാർഗം ഇല്ലാതാവുമ്പോ അവൾ എൻ്റെ കാൽച്ചുവട്ടിൽ വരും. അങ്ങനെയാണെങ്കിൽ മോന, ഈ കുഞ്ഞ് നമുക്കൊരു ബാധ്യതയാവും. ഇനി DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തൻ്റെ കുഞ്ഞാണെന്ന് വന്നാ മൊത്തം തിരിഞ്ഞു. അങ്ങനൊരു DNA ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം ചെയ്യുന്നില്ല.
പക്ഷെ കോടതി ഇടപെടുമ്പോൾ ചെയ്യേണ്ടി വരും. ഇല്ല വക്കീലെ, അതുവരെ ആ കുഞ്ഞുണ്ടാവില്ല. അവള് തന്നെ ആ കുഞ്ഞിനില്ലാണ്ടാക്കും. അവള് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ ചെയ്യും. ഞാൻ കൂടെയുണ്ട് മോന. ഇത്രയും കാലം ഞാനൊരു കേസ് പോലും തോറ്റിട്ടില്ല. ഈ കേസും എനിക്ക് തോക്കണ്ട. കേസ് ജയിക്കാൻ ഞാൻ എന്തും ചെയ്യും, എന്തും. ഇപ്പൊ തനിക്ക് തന്നെ സംശയം മാറ്റണ്ടേ? എനിക്കൊരു സംശയവും മാറ്റണ്ട. ഒരു ടെസ്റ്റിന് ഞാൻ തയ്യാറല്ല. അതെന്താ വക്കീലേ, നിങ്ങളുടെ കക്ഷിക്ക് പേടിയാണോ? അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തോളാം. എന്തായാലും ഇപ്പൊ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിൽ തന്നെ മനസ്സിലായല്ലോ ഇത് ആരുടെ കുഞ്ഞാണെന്ന്. ഇതിപ്പോ എന്റെ കുഞ്ഞാണെങ്കിലും എനിക്കിതിനെ വേണ്ട. എനിക്ക് നിന്നെ തോപ്പിച്ചാൽ മാത്രം മതി. നീ എന്റെ കാൽ ചോട്ടി കിടക്കണം, ഒരടിമയെ പോലെ. അത് മാത്രം എൻ്റെ മുമ്പിലുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്നെ എങ്ങനെയൊക്കെ മോശക്കാരിയാക്കാവോ അതെല്ലാം ഞാൻ ചെയ്യും. നിന്നെ എങ്ങനെയൊക്കെ തരം താഴ്ത്തി കാണിക്കാവോ അതെല്ലാം ഞാൻ ചെയ്യും. അവസാനം എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞ് ആരും ഇല്ലാണ്ടായി ഒരു മാർഗമില്ലാണ്ട് നീ എൻ്റെ കാലിൽ വന്ന് വീഴും. അത് കണ്ട് സന്തോഷിക്കണം എനിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ച് തന്നെ ജീവിക്കും. പിന്നെ നിന്നെ എങ്ങും പോവാൻ ഞാൻ അനുവദിക്കില്ല. നീ കാത്തിരുന്നോ. കാത്തിരിക്കാനോ? മോഹന, ഇനിയാണ് യഥാർത്ഥ ആവണിയെ താൻ തിരിച്ചറിയാൻ പോകുന്നത്. ഇയാളെന്താ സൈക്കോ ആണോ? അതെ, ഇപ്പൊ ചേച്ചിക്ക് അയാളുടെ തനി സ്വഭാവം മനസ്സിലായില്ലേ? മെയിലീഗോ, അതാ അയാളുടെ പ്രശ്നം. അയാളുടെ കണ്ണു വെട്ടിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയില്ലേ, അതോടുകൂടി അയാളുടെ ഉള്ളിൽ ഉറങ്ങി കിടന്ന മൃഗം പുറത്തിയാടി. എന്തായാലും അയാളുടെ സംസാരത്തിൽ നിന്ന് ഈ കുഞ്ഞിന്റെ പേരുള്ള സംശയമൊക്കെ മാറിയില്ലേ? ഇനി നിനക്ക് അമ്മേനെ വിളിച്ച് കൺവിൻസ് ചെയ്തൂടെ? അതൊന്നും അത്ര എളുപ്പമല്ല അമ്പിളി. ഞാൻ ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമ്മ അത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ നിനക്ക് അറിയാത്. നീ പറഞ്ഞ ശരിയാടി. നീ എന്തു പറഞ്ഞാലും എൻ്റെ അമ്മ വിശ്വസിക്കില്ല. പറഞ്ഞാ വിശ്വസിക്കുന്ന അമ്മയൊക്കെ എന്റെ ഭാഗത്താടി. അറിയാടോ, എല്ലാം അറിയാം. എല്ലാരെയും താൻ തന്റെ ഭാഗത്ത് തന്നെ പിടിച്ചു വെച്ചോ. നീ മാളൂന് കൊടുത്തൊരു വാക്കുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ തമ്മിൽ പിരിയില്ല. നീ എന്നെ പോലെ അല്ല, മോൾക്കൊരു വാക്ക് കൊടുത്ത അത് നീ പാലിക്കും. അപ്പോ ഞാൻ നിന്നെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും നിനക്കെന്നെ വിട്ടുപോകാൻ പറ്റില്ലടി. തന്റെ മോള് തന്നെ വന്ന് തന്നോട് തന്നെ വേണ്ടെന്ന് പറഞ്ഞാലോ? അപ്പോഴും തന്റെ മുഖത്തെ ഈ വളിച്ച എക്സ്പ്രഷൻ ഉണ്ടാവണം. താനീ ഇട്ടിരിക്കുന്ന ഈ മുഖംമൂടി ഉണ്ടല്ലോ, അത് വലിച്ചു കീറി എല്ലാവരുടെ മുന്നിൽ തന്റെ തനി സ്വരൂപം ഞാൻ കാണിക്കും. നീ കുറെ പാടുപെടുവാണ്. കുറച്ച് കഷ്ടപ്പെടാൻ തന്നെ ഞാൻ തന്റെ മുന്നിൽ ഇറങ്ങിയത്. താൻ എന്റെ മുന്നിൽ വന്ന് കരയും മോഹന.
കരയുന്ന നമുക്ക് ആരാന്ന് കാണാടി ഇല്ലേ? ഇയാൾ എന്ത് ചെയ്യണം? ആരെങ്കിലും വെച്ച് രണ്ടെണ്ണം പൊട്ടിച്ചാലോ? അതൊന്നും വേണ്ടടാ. തല്ല് കിട്ടിയാലൊന്നും ഇയാൾ നന്നാവില്ല. ഇനി നിന്റെ അടുത്ത പ്ലാൻ എന്താ? ചെക്കപ്പിന് പോകണം. അത് കഴിഞ്ഞ് ചേച്ചി എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കോ? അതൊക്കെ ഞാൻ ചെയ്യാം. വീട്ടിൽ നീ എങ്ങനെ മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? അങ്ങനെ എല്ലാം പറഞ്ഞ ആ സസ്പെൻസ് അങ്ങ് പോയില്ലേ ചേച്ചി? നിങ്ങൾ കണ്ടോ, ഇനി ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. വിളി, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. വന്നേക്കണം. ഇനി ഞാൻ എന്തായാലും വരും. നിന്റെ കൂടെ ഞാനുണ്ടടി. പ്രശ്നമൊന്നും വേണ്ട വെച്ച് മാറി നിന്നപ്പോ നീ വിളിക്ക്, ഞാൻ വരാം. അഞ്ജു, എന്ത് പറ്റിയേട്ടാ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. ഏട്ടൻ കാര്യം പറയും. അവളാ കുഞ്ഞിനെ കളയില്ല. അപ്പൊ അമ്മ പറഞ്ഞാലും ചെയ്യില്ലേ? ഇല്ല അഞ്ജു, അവൾ അമ്മ പറഞ്ഞാലും ചെയ്യില്ല. എനിക്ക് നാണക്കേടാണ് അഞ്ജു, ഇവൾ ഈ വെല്ലവന്റെ കുഞ്ഞിനെ താങ്ങിക്കൊണ്ട് കിടക്കണം. ഏട്ടാ, ആ കുഞ്ഞിനെ ഇവിടെ ആർക്കും വേണ്ട. അതപ്പോ ഏട്ടത്തി കളയാൻ തയ്യാറായില്ലേ? നമ്മളായിട്ടങ്ങ് കളയിച്ചാ പ്രശ്നം തീർന്നില്ലേ? നമ്മളായിട്ട് ഇല്ലാണ്ടാക്കുക എന്ന് വെച്ചാ എങ്ങനെ? നമുക്ക് ആലോചിക്കാട്ടാ. എന്തായാലും ഏട്ടത്തിക്ക് എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ കോംപ്ലിക്കേഷൻ നമ്മളായിട്ടങ്ങ് കൂട്ടും. അത്രയേ ഉള്ളൂ. അഞ്ജു എൻ്റെ കൂടെ നിൽക്കോ? അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഏട്ടൻ്റെ കൂടെ നിൽക്കും. തോപ്പിക്കണം അഞ്ജു, തോപ്പിക്കണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളെ നമുക്ക് തോപ്പിക്കണം. അവളാ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല. ഏട്ടാ, അവരാ കുഞ്ഞിനെ പ്രസവിക്കില്ല. അത് ഞാൻ ഏട്ടന് തരുന്ന വാക്കാ. അവരിനി ഈ വീട്ടിൽ മനസ്സമാധാനം എന്തെന്ന് അറിയരുത്. നീ എന്ത് വേണം ചെയ്തോ, ഞാൻ കൂടെ ഉണ്ട്. ഏട്ടത്തി, പ്രകാശ, എന്താ പ്രകാശ, നിനക്കെന്തൊരു വല്ലായിക പോലെ? കുഞ്ഞിന്റെ കാര്യം എന്തായി? കുഞ്ഞിന്റെ കാര്യം എന്താവാൻ? കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ബ്ലീഡിങ്ങിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ നിന്ന് വിട്ടത്? അമ്മയുടെ വാക്കിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ടോ നോക്കിയേ. അമ്മ എന്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ അമ്മ പറയുന്നത് കേൾക്കുന്നത്? വളരെ മാന്യമായ രീതിയിൽ ഞാൻ നിന്നോട് പറഞ്ഞു, ഈ കുഞ്ഞ് ഈ വീട്ടിൽ വേണ്ട. അതവൾക്ക് പറ്റില്ല അമ്മ. എല്ലാവരുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ അവള് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞ അവൾക്ക് കേൾക്കാൻ വയ്യ, അമ്മ പറഞ്ഞ അവൾക്ക് അനുസരിക്കാനും വയ്യ. വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് വിചാരിച്ച അമ്മ ഒരിക്കലും അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. പിന്നെ പിള്ളേരെ അവളെ ചാക്കിലാക്കി വെച്ചോണ്ട് പിള്ളേരെ അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നു. ഈ കുടുംബത്തെ വെല്ലുവിളിച്ച് ഈ കുഞ്ഞിനെ പ്രസവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ ഈ കുഞ്ഞിനെ പ്രസവിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് കൂടി വരും. അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ എന്റെ ഭർത്താവിന്റെ ഇവളുടെയും കൂടെ അമ്മയും കാണുമെന്നല്ലേ?
നീയായിട്ടത് ചെയ്തില്ലെങ്കിൽ ഞാനായിട്ടത് ചെയ്യേണ്ടി വരും. നല്ല കാര്യം. എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കും. തൽക്കാലം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാനോ ഈ കുഞ്ഞിനെ നശിപ്പിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഡോക്ടറെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ. എന്തൊരു അഹങ്കാരാണ് നോക്കിയേ. ഒരമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയ വർത്താനം കേട്ടില്ലേ? മോഹനേട്ടൻ കേട്ടില്ലേ? ആ ഞാൻ കേട്ട്. അമ്മ തന്നെ വളം വെച്ച് കൊടുത്തല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഇതൊക്കെ കണ്ടും കേട്ടുമാണ് നാളെ വരെ അമ്മയുടെ തറക്കുത്തരം പറഞ്ഞിട്ട് പോകണം. ഈ പറഞ്ഞത് ശരിയാടാ മോഹന. ഞാനും കൂടി അവൾക്ക് വളം വെച്ച് കൊടുത്തില്ല. ഈ യശോദക്ക് വേറൊരു മുഖം കൂടിയുണ്ട്. അതവൾക്കറിയില്ല. അവൾ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. ഏട്ടത്തി, എന്താ പ്രകാശ? കലക്കേട്ടത്തി, എന്തായാലും നന്നായി. ആരൊക്കെ എന്തു പറഞ്ഞാലും ഏട്ടത്തി എനിക്ക് വിശ്വാസം. പിന്നെ ഏട്ടത്തി പോയി കഴിഞ്ഞപ്പേ ചെറിയ ചെറിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഏട്ടത്തി സൂക്ഷിക്കണം കേട്ടാ. നേരത്തെ അഞ്ചും ചേട്ടനും മാത്രമേ ഏട്ടത്തിക്ക് എതിരായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ദേ അമ്മയും കൂടെ കൂടിയിട്ടുണ്ട്. അതൊന്നും സാരമില്ല പ്രകാശ. എല്ലാരും ഒന്നിച്ച് നിൽക്കട്ടെ. ഏട്ടത്തിയുടെ കൂടെ ഞാനുണ്ട്. അതൊന്നും വേണ്ടടാ. നിനക്കറിയാലോ അഞ്ജുനെ, അവൾ എന്തേലുമൊക്കെ വിളിച്ചു പറയും. വെറുതെ എന്തിനാ? അഞ്ചു ഇനി അവൾ വല്ല വായിത്തോന്നി വിളിച്ചു പറഞ്ഞാ അവളെ പല്ലടിച്ചാൽ താഴ്ത്തിടേ. എടാ അതൊന്നും വേണ്ട. നീയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കേ. ഇത് എൻ്റെ പ്രശ്നങ്ങളല്ലേ, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഏട്ടത്തി എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റ്. ശരി, നീ പറയുന്ന പോലെ ഞാൻ എന്തേലും ഉണ്ട് നിന്നെ വിളിച്ചോളാം. ഏട്ടത്തി എന്തായാലും റെസ്റ്റ് എടുക്കുക. ശരി. എന്തു പറ്റിയമ്മ? ഒന്നുമില്ല അഞ്ജു. എനിക്ക് മനസ്സിലായമ്മ. ഏട്ടത്തി പറഞ്ഞൊന്നും അമ്മയുടെ മനസ്സിന്ന് പോയിട്ടില്ല. അതല്ലേ കാര്യം? ആ അത് തന്നെ കാര്യം. അവളെന്നെ വെല്ലുവിളിച്ചിട്ടാ പോയത്. എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടായിരിക്കണം എന്റെ ഈ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചത്. ഇത് ധൈര്യമല്ലമ്മ, അഹങ്കാരാണ്. അവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം അഞ്ജു. അങ്ങനെ ഒരുത്തിയും എന്റെ മുമ്പിൽ കിടന്ന ആളാവണ്ട. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ, ഇനി നിനക്കെന്താണ് പറയാനുള്ളത്? ഏട്ടത്തി ഇപ്പൊ ഗർഭിണിയല്ലേ, എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ സമയത്ത് കൂടെ കണ്ട അമ്മ അബോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അത് ഏട്ടത്തിന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കില്ലേ? അമ്മയ്ക്കിത് അറിയാവുന്ന കാര്യമല്ലേ? ഏതോ ഒരുത്തി എന്റെ വീട്ടിൽ വലിയേറി നിൽക്കണേന് ഞാനെന്തിനാണ് അവളുടെ കാര്യം നോക്കണത്? ഏതോ ഒരുത്തിയാ? ഞാൻ ഏട്ടത്തിയുടെ കാര്യം പറയണേ. ഞാനും അവളുടെ കാര്യം തന്നെ പറഞ്ഞത്. അമ്മ എന്തൊക്കെയാ പറയണേ? ഇങ്ങേരുടെ കാര്യമാണ് അമ്മ എനിക്ക് മനസ്സിലാവാത്തത്. സ്വന്തം അമ്മ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് അമ്മ വിഷമിച്ചിരിക്കുമ്പോ ഇങ്ങനെ അവരെ വക്കാലത്തും കൊണ്ട് വന്നിരിക്കും. അവളിവനെ പൊന്നാങ്ങളെ പോലെയല്ലേ നോക്കിയത്. ഇവൻ അതിന്റെ നന്ദി കാണിക്കണതായിരിക്കും. അങ്ങനെ തന്നെ കൂട്ടിക്കോ. നന്ദി കാണിക്കുന്ന സമയത്ത് നന്ദി കാണിച്ചിരിക്കും. എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കും. അമ്മ, ഇത് അമ്മയുടെ മോൻ തന്നെയാണോ? അമ്മ ഇവളൊക്കെ കൂടെ കൂടുന്ന കാണുമ്പോൾ വിഷമം. വിഷമിക്കടാ, നീ കുറച്ച് വിഷമിക്ക്. സാരമില്ല, നീ അവളെയും കൂട്ടുവിളിച്ച് വിഷമിക്ക്. ഇപ്പൊ അമ്മ സത്യം മനസ്സിലാക്കിയപ്പോ അമ്മ എന്റെ കൂടെ നിൽക്കുന്നു. ഇപ്പൊ അവള് പറഞ്ഞ് നടക്കാഞ്ഞിട്ടേ
അവള് മുറിയിലടച്ചിരുന്നിട്ട് ഇവനെ പറഞ്ഞിട്ടേക്ക അമ്മയെ പാട്ടിലാക്കാൻ. നിങ്ങളുടെയൊക്കെ സംസാരം കേട്ടിട്ടേ കഷ്ടം തോന്നുന്നു. എടാ, ആ കുഞ്ഞിന്റെ കാര്യം ചൊല്ലി ഇവിടെ പ്രശ്നം ഉണ്ടായി. ആ കുഞ്ഞിന് വേണ്ടാന്ന് നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ വെറും സംശയമല്ലേ? എനിക്കൊരു സംശയവും ഇല്ല. എനിക്ക് നല്ല ഉറപ്പാണ്. നിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും എന്നെക്കാട്ടി ഉറപ്പ് നിനക്കാണെന്നല്ല. ഒരുമാതിരി വൃത്തിയായിട്ട് വർത്തമാനം പറയരുത് കേട്ടാ. നീ നിന്റെ ഏട്ടത്തിക്ക് സപ്പോർട്ടല്ലേ? പോയി ചെയ്തോ. പിന്നെ ഇത് നീയല്ല, ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും അവൾ ഈ കുഞ്ഞിനെ പ്രസവിക്കില്ല. അമ്മേ, അമ്മ ഇവരിവിടെ നിക്കല്ലേ, ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. നീ നിന്റെ കാര്യം നോക്കി പോടാ. എന്നെ വെല്ലുവിളിച്ച് സമാധാനത്തോടെ അവൾ ഈ കുടുംബത്തിൽ നിൽക്കണത് എനിക്കൊന്ന് കാണണം. അത് കഴിഞ്ഞിട്ടല്ലേ പ്രസവം. ഇതൊന്നും നടക്കില്ല പ്രകാശ. പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവള് സമാധാനമായിട്ടേ പോയി പറഞ്ഞ് മനസ്സിലാക്ക്, ബോധ്യപ്പെടുത്ത് ഈ കുഞ്ഞിനെ കളയേണ്ട കാര്യം. അങ്ങനെ അവള് ചെയ്ത എല്ലാ തെറ്റും ഞാൻ പുറത്ത് അവളോട് ഞാൻ ക്ഷമിക്കും. എത്ര വലിയ മനസ്സായിട്ടത്. അവന് ഇഷ്ടപ്പെട്ടില്ല. നാ നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് അവളെ ഈ വീട്ടിൽ പ്രസവിക്കില്ല, അവളെ പ്രസവിപ്പിക്കില്ല, ആ കുട്ടി വീട്ടിൽ ജനിക്കില്ല എന്നൊക്കെ പറയുന്നല്ലാതെ എന്തെങ്കിലും നടക്കോ? വെറുതെ പറഞ്ഞോണ്ടിരുന്ന അവളുടെ ഗർഭം അലസോ? ഗർഭം അലസിപ്പിക്കണം എന്ന് കരുതി അവളെ തള്ളിയിട്ട് കൊല്ലാൻ പറ്റോ? തള്ളിയിടോ ഉരുട്ടിയിടോ, നമ്മുടെ ലക്ഷ്യം എന്താണ്? അവളുടെ ഗർഭം അലസിപ്പിക്കണം. അന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഞാൻ അവളുടെ സ്കാൻ റിസൾട്ട് കണ്ടതാ. അഭിയെ ക്യാരിങ് ആയ സമയത്ത് അവൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട് അവൾക്ക്. അതാണ് അവൾ അധികം ഒന്നും പുറത്തിറങ്ങാത്തത്. നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ചെറുതായിട്ടൊന്ന് വീണാലും അതങ്ങ് അലസും. ഈ സ്റ്റെപ്പിൽ നിന്ന് വീഴുന്ന പോലെ എണ്ണയാ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ടാ മതി, കാര്യം നടക്കും. ആ അങ്ങനെയാണ്, ഞാൻ എണ്ണ ഒഴിച്ചിടാം, അവര് തെന്നി വീണോളും. ഓ, ഈ പഴഞ്ചൻ ഐഡിയ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. രണ്ടും കുറെ പഴയ സിനിമ കണ്ടിട്ടുണ്ടല്ലേ? ആ ഇന്റർനെറ്റിൽ കയറി ഒന്ന് നോക്കിയാ പോരെ. വെറുതെ ആളെ തള്ളിയിട്ടൊന്നും കൊല്ലാൻ നോക്കണ്ട. അമ്മ ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ. എക്സ്പീരിയൻസ് ഉള്ള ആളെ പോലെയല്ലേ പറയുന്നത്. അഞ്ജുനെ അറിയാത്തോണ്ടാ. അമ്മ പഴയ ടെററാ. അച്ഛന്റെ സഹോദരങ്ങളെയും ഭാര്യമാരെയും അച്ഛന്റെ അമ്മേനെ വരെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ള ആളാ യശോദാമ്മ. അന്ന് അവര് അമ്മയെ കളിയാക്കി വിളിച്ചിരുന്ന പേരെന്താന്നറിയോ അഞ്ജുനെ? ഡ്രാക്കുളാന്നാ. അച്ഛൻ മരിച്ചപ്പോ ഒന്ന് ഒതുങ്ങിയതാ. ആ അമ്മയുടെ അടുത്താണ് ആവണി വന്ന് വെല്ലുവിളിച്ചിട്ട് പോയേക്കണത്. ഇനി അവളുടെ നാശം കണ്ടിട്ട് അമ്മ അടങ്ങും.